എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 6ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. 6ാമത്തെ സർഗത്തിൽ ആദ്യന്തം മിക്കവാറും ശ്ലോകങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാണ് മനസ്സിലായത്. അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് വരണത്. ഭഗവത്ഗീതയുടെയൊക്കെ വൃത്തം ശ്ലോകം എന്ന അനുഷ്ടുപ്പിൻ്റെ മറ്റൊരു പേരാണ്. ശ്ലോകത്തിൽ രചിച്ചു എന്ന് പറയുമ്പോൾ ശ്ലോകം എന്നുള്ളത് നമ്മളിപ്പോൾ പറയണ പോലെ 4 വരിക്കല്ല ശരിക്കും പറയണത്. അതിന് അനുഷ്ടുപ്പ് എന്നുള്ള വൃത്തത്തിനെ ശ്ലോകം എന്ന് പറയാറുണ്ട്. പിന്നെ 4 വരിയുള്ളതിനെയൊക്കെ ശ്ലോകം എന്ന് നമ്മൾ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ശ്ലോകം എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത് തന്നെ. ഇവിടെ 6ാമത്തെ സർഗത്തിൽ ഇന്ദ്രന് യാഗം ചെയ്യാനുള്ള, ഇന്ദ്രനെ സന്തോഷിപ്പിക്കാനുള്ള യാഗം ചെയ്യാനുള്ള പുറപ്പാടാണ്, അതിനുള്ള ഒരുക്കങ്ങളാണ് ഗോപന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. ഏകദാ പുരുഹൂതസ്യ മനഃപ്രീതികരം മഖം ഉദയുഞ്ജത ഗോപാലകർത്തും നന്ദപുരോഗമാ. ഇതില് പദച്ഛേദമൊന്നുമില്ല, എന്നാലും വാക്കുകൾ വെറുതെ ഒന്ന് വായിക്കാം. ഏകദാ പുരുഹൂതസ്യ മനഃപ്രീതികരം മഖം ഉദയുഞ്ജത ഗോപാലാ കർത്തും നന്ദപുരോഗമാ. ഏകദ ഒരു പുതിയ സന്ദർഭം ആരംഭിക്കുകയാണ്, പുതിയ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ഏകദ എന്ന് പറഞ്ഞു തുടങ്ങാറുണ്ട്. ഒരിക്കൽ, അങ്ങനെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ. കസ്മിൻശ്ചിത് സമയേ എന്നർത്ഥം, ഒരു ദിവസം, ഒരിക്കല്. നന്ദ പുരോഗമാഹ ഗോപാലാഹ. നന്ദ പുരോഗമാഹ എന്ന് പറഞ്ഞാൽ നന്ദൻ തുടങ്ങിയ പ്രമുഖരടങ്ങുന്ന ഗോപാലന്മാര്, പശുമേച്ചിൽക്കാര്. അതാണ് നന്ദ പുരോഗമാഹ ഗോപാലാഹ. പുരുഹൂതസ്യ മനഃപ്രീതികരം മഖം ഉദയുഞ്ജത. പുരുഹൂതസ്യ, പുരുഹൂതൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. പുരുഹൂതസ്യ ഇന്ദ്രസ്യ മനഃപ്രീതികരം മഖം. മനഃപ്രീതികരം എന്ന് പറഞ്ഞാൽ മനസ്സിന് പ്രീതി ഉണ്ടാക്കുന്ന, അതായത് ഇന്ദ്രന് വളരെയധികം ഇഷ്ടമുള്ളതായ. പുരുഹൂതസ്യ മനഃപ്രീതികരം മഖം. ഇന്ദ്രന് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത്? യാഗമാണ്. മഖം എന്ന് പറഞ്ഞാൽ യാഗം എന്നാണ് അർത്ഥം. ആ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന ഒരു യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഗോപന്മാരും, എല്ലാ ഗോപാലന്മാരും, നന്ദഗോപരടക്കമുള്ള എല്ലാവരും തന്നെ ഉദയുഞ്ജത എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി, യാഗത്തിനു വേണ്ടിയിട്ട് ഉത്സാഹിക്കാൻ തുടങ്ങി, അതിനെ പ്രയത്നിക്കാൻ തുടങ്ങി എന്നർത്ഥം. അതാണ് 1ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഈ വൃത്തം അനുഷ്ടുപ്പായതുകൊണ്ട് കുറച്ച് കാര്യമേ പറയാനുള്ളൂ എന്നുള്ളത് കൊണ്ട് അനുഷ്ടുപ്പ് വൃത്തമുള്ള ദിക്കിലൊക്കെ അത്രയും ഭാഗമൊക്കെ 3 ശ്ലോകങ്ങൾ വെച്ച് നോക്കി പോവാം എന്നാണ് വിചാരിക്കണത്. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്യണത്. അവിടെ ഗോപന്മാര്, പുരുഷന്മാര് മാത്രമൊന്നുമല്ല, സ്ത്രീകളും എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യണത് എന്നുള്ളതാണ് 2ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഭവനേ ഭവനേ കൃഷ്ണം ഗായന്ത്യോ മധുരസ്വനാ ചക്രുർഘോഷവിലാസിന്യസലീലം പിഷ്ടകുട്ടനം. ആദ്യം പദച്ഛേദം നോക്കാം. ഭവനേ ഭവനേ കൃഷ്ണം ഗായന്ത്യോ എന്നുള്ളത് ആ ഓകാരം പോയിട്ട് അവിടെ വിസർഗം വരും. മധുരസ്വനാഹ ചക്രു ഘോഷവിലാസിന്യ സലീലം പിഷ്ടകുട്ടനം. എന്താണ് ഇവിടെ ചെയ്യണത്? ഈ വരിയില്, സംസ്കൃതത്തിലുള്ള വരിയില്, 3ാമത്തെ വരിയില് ചക്രുർ ഘോഷവിലാസിന്യ എന്നുള്ള ദിക്കില് ഘോഷവിലാസിനി എന്നുള്ളതിന് ദ്യോഷവിലാസിനി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് തെറ്റാണ്. ചക്രു ഘോഷവിലാസിന്യ, ഘോഷത്തിലെ വിലാസിനിമാർ, അതായത് ഗോപസ്ത്രീകൾ എന്താണ് ഇവിടെ ചെയ്തത് എന്ന് പറയാണ്. ഘോഷവിലാസിന്യ ഭവനേ 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 ഭവനേ, ഓരോ വീടുകളിലും. അപ്പോൾ എല്ലാവരും അതിനായിട്ട്, യാഗത്തിനായിട്ട് ഉത്സാഹിക്കുകയാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി അവർ വീട് അതിനായിട്ട് തയ്യാറാക്കുകയാണ്, ഒരുക്കുകയാണ് ചെയ്യണത്. ഓരോ വീട്ടിലും, ഭവനേ ഭവനേ എന്ന് പറഞ്ഞാൽ പ്രതിഭവനം, ഓരോ വീടുകളിലും. 2 തവണ എടുത്തു പറയണത് വീപ്സ എന്നാണ് പറയുക, ആവർത്തിച്ച് പറയാണ്.
ആ ഒരു വീട് പോലും ഒഴിഞ്ഞു നിൽക്കണില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ വീടുകളിലും സ്ത്രീകളുണ്ടല്ലോ, ഘോഷവിലാസിനികള്, ഗോപസ്ത്രീകള്, അവരെന്താണ് ചെയ്യണത്? മധുരസ്വനാഹ കൃഷ്ണം ഗായന്ത്യ, നല്ല കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദത്തോടു കൂടിയവർ, അതാണ് മധുരസ്വനാഹ, മധുരമായ സ്വനത്തോടു കൂടിയവര്. സ്വനം എന്ന് പറഞ്ഞാൽ സ്വരം തന്നെയാണ് അർത്ഥം. അങ്ങനെ നന്നായി പാട്ടുപാടാൻ കഴിവുള്ള ധാരാളം ഗോപസ്ത്രീകൾ ഉണ്ടാവും. അവര് ഗായന്ത്യ, പാട്ടുപാടിക്കൊണ്ട്, എന്ത് പാട്ടാ പാടുന്നത്? കൃഷ്ണം ഗായന്ത്യ, കൃഷ്ണനെ പറ്റി, കൃഷ്ണനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ഗായന്ത്യ, ഉറക്കെ അത് ആരാ കേൾക്കണേ, അല്ലെങ്കിൽ കേട്ടാൽ എങ്ങനെയാ എന്നൊന്നും അവർ ആലോചിക്കുന്നില്ല. ഉറക്കെ അവര് പാട്ട് പാടണം എന്ന് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ആരെ പറ്റിയിട്ടാ പാട്ട് പാടുന്നത്? അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള നായകനായിട്ടുള്ള, അവരുടെ എല്ലാവരുടെയും ആരാധനാമൂർത്തി ആയിട്ടുള്ള കൃഷ്ണനെ പറ്റിയിട്ടാണ് പാട്ടുകൾ പാടുന്നത്. അവര് ഉറക്കെ പാടിക്കൊണ്ട് എന്താ ചെയ്തത്? സലീലം പിഷ്ടകുട്ടനം ചക്രു, സലീലം വളരെ ഭംഗിയായിട്ട്, വളരെ ലീലയോടുകൂടിയിട്ട്, വളരെ എളുപ്പത്തോടു കൂടിയിട്ട്, പിഷ്ടകുട്ടനം, പിഷ്ടകുട്ടനം എന്ന് പറഞ്ഞാല് അരി അരയ്ക്കുക എന്നോ അരി പൊടിക്കുക എന്നൊക്കെ പറയാം. അരി മാത്രമൊന്നുമല്ല, ഗോതമ്പായാലും ഒക്കെ പൊടിച്ചെടുക്കുന്നതിന്, അരച്ചെടുക്കുന്നതിനാണ്, അതിനെയാണ് പിഷ്ടകുട്ടനം എന്ന് പറയാം. അതായത് പിഷ്ടാർത്ഥം തണ്ടുല ഗോധൂമാതി പേഷണം, പേഷണം എന്ന് പറഞ്ഞാൽ അരയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് മാവ് ഉണ്ടാക്കിയെടുക്കുക, അരിമാവ് എന്ന് പറയുന്നത് പോലെ തന്നെ ഗോതമ്പ് അരച്ച ഗോതമ്പ് മാവ് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയൊക്കെയുള്ള പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുമായിട്ട് അതാണ് പിഷ്ടകുട്ടനം ചക്രു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പണിയുടെ ഒരു ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, ആയാസം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും തന്നെ അവരെ കൊണ്ട് പറ്റുന്ന പോലെ കൃഷ്ണനെ പറ്റി, കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടാണ് പ്രവൃത്തികളെ, ജോലികൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ശ്ലോകം നോക്കാം. അവിടുത്തെ അലങ്കാരങ്ങളെ പറ്റിയിട്ടാണ് കവി വർണ്ണിക്കുന്നത്. അശ്വത്ഥ സഹകാരാണാം പർണജാലേന നിർമ്മിത അബധ്യന്ത ഗൃഹദ്വാരി മാലാസ്തോരണമൂർധസു. പദങ്ങൾ നോക്കാം. അശ്വത്ഥ സഹകാരാണാം പർണജാലേന നിർമ്മിതാഹ അബധ്യന്ത ഗൃഹദ്വാരി മാലാഹ തോരണമൂർധസു. ആകെ ഒരു പദച്ഛേദേ പറയാനുള്ളൂ. മാലാഹ തോരണമൂർധസു, മാലകൾ അല്ലെങ്കിൽ മാലകളെ എന്നാണ്, മാലകളെ എന്നാണ് സംസ്കൃതത്തിൽ പറയേണ്ടത്. മലയാളത്തിലെ നപുംസകലിംഗമായതുകൊണ്ട് മാലകൾ എന്ന് തന്നെ പറയാറുള്ളൂ. അർത്ഥം അല്ലെങ്കിൽ രൂപം അങ്ങനെ തന്നെയാണ്. അതായത് സംസ്കൃതത്തിൽ എങ്ങനെയാണോ നപുംസകലിംഗം, അതേപോലെ തന്നെയാണ് മലയാളത്തിലും. അർത്ഥബോധം കിട്ടാൻ വേണ്ടിയിട്ട് മാലകളെ എന്ന് പറയണമെന്നേ ഉള്ളൂ. ആ അമ്പാടിയൊക്കെ എങ്ങനെയാണ് അവർ അലങ്കരിച്ചത് എന്നാണ് ഇവിടെ പറയണത്. അശ്വത്ഥ സഹകാരാണാം പർണജാലേന നിർമ്മിതാഹ മാലാഹ. അശ്വത്ഥ സഹകാരാണാം പർണജാലേന, പർണജാലം, പർണം എന്ന് പറഞ്ഞാൽ ഇല, പർണജാലേന എന്ന് വെച്ചാൽ ജാലം എന്ന് പറഞ്ഞാൽ കൂട്ടം, നിറച്ച ഇലകൾ. എന്തിന്റെ ഇലകളാണ് എന്നുണ്ടെങ്കിൽ അശ്വത്ഥവും സഹകാരവും. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ അരയാല്, സഹകാരം എന്ന് പറഞ്ഞാൽ തേന്മാവ്. ഇതിന്റെയൊക്കെ ഇലകൾ കൊണ്ട് എന്താ നിർമ്മിച്ചിരിക്കുന്നത്? നിർമ്മിതാഹ മാലാഹ, നിർമ്മിതമായിട്ടുള്ള മാലകള്. ആ മാലകൾ കൊണ്ട് അലങ്കരിക്കുകയാണ്, വീടുകൾ അലങ്കരിക്കണ കാര്യമാണ് പറയണത്. അങ്ങനെയുള്ള മാലകളെ കൊണ്ട് ഗൃഹദ്വാരി തോരണമൂർധസു അബധ്യന്ത. ഗൃഹദ്വാരി വീടിന്റെ വാതിൽക്കല്, പൂമുഖ വാതിൽക്കല്, അതായത് അകത്തേക്ക് കയറണ വാതിലിന്റെ അവിടെ. തോരണമൂർധസു, തോരണമൂർധ എന്ന് പറഞ്ഞാല് ഇത്തരത്തിലുള്ള മാലകളൊക്കെ കെട്ടി തൂക്കാനുള്ള ചെറിയ ആണികളോ കൊളുത്തുകളോ പോലെയുള്ള ഭാഗങ്ങളെയാണ് തോരണമൂർധസു. രണ്ട് വാതിലിന്റെയും മുകളിലും ഈ മാല കെട്ടാൻ തക്കവണ്ണമുള്ള ചെറിയ ആണി പോലെയുള്ള കൊളുത്ത് പോലെയുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവണം. അതിലേക്ക് ഈ ബന്ധിപ്പിച്ചു വെച്ചു ഈ മാലകൾ. അങ്ങനെ വീടുകളിലൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ അത്രയും ഈ ഇലകൾ കൊണ്ടുള്ള മാല അത്ര പ്രസിദ്ധമല്ല. കുരുത്തോലകൾ കൊണ്ടുള്ള മാലകളൊക്കെ ഇവിടെ ഉണ്ടെന്നല്ലാതെ ഈ മാവിൻ്റെ ഇല കൊണ്ടും അതുപോലെ അരയാലില കൊണ്ടൊന്നും മാല ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം ധാരാളമായിട്ട് കാണാനില്ല. ചില ആചാരങ്ങളുടെ കൂട്ടത്തിൽ വരാറുണ്ടെങ്കിലും ഇതിങ്ങനെ വെറ്റില കൊണ്ട് മാല ഉണ്ടാക്കാറുണ്ട്. വെറ്റില കെട്ടിയിട്ട് മാല ഉണ്ടാക്കുന്ന വീടുകൾ, അതായത് അതൊക്കെ മംഗളകരങ്ങളാണ്. അരയാലില ആയാലും
ആലിലെ ആയാലും പേരാലിലെ ആയാലും അല്ലെങ്കിൽ മാവിൻ്റെ ഇല ആയാലും വെറ്റിലെ ആയാലും ഒക്കെ മംഗളകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണെന്നുള്ളത് കൊണ്ട് അതുകൊണ്ടൊക്കെ മാല ഉണ്ടാക്കിയിടുക എന്നുള്ളത് വളരെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇവിടെ ഗോപസ്ത്രീകളും ഗോപന്മാരും ഒക്കെ കൂടിയിട്ട് ഈ അരയാലിൻ്റെയും തേന്മാവിൻ്റെയും ഒക്കെ ഇലകൾ പറിച്ചിട്ട് മാല ഉണ്ടാക്കി വീടുകളിലും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളില് പശുക്കളുടെ തൊഴുത്തുകളില് ഇവരെല്ലാവരും കൂടി ഒത്തുചേരുന്ന ശാലകളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ മാലകൾ ധാരാളം തൂക്കിയിട്ടു. വീടുകളിൽ തൂക്കിയിട്ടു എന്നാണ് പറയണത്. എല്ലാ ദിക്കിലും അലങ്കാരങ്ങൾ ചാർത്തി എന്നർത്ഥം. അതാണ് ഈ 3-ാമത്തെ ശ്ലോകത്തിൽ കവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഏകദാ പുരുഹൂതസ്യ മനഃപ്രീതികരം മഖം ഉദയുഞ്ജത ഗോപാല കർത്തും നന്ദപുരോഗമാ ഭവനേ ഭവനേ കൃഷ്ണം ഗായന്ത്യോ മധുരസ്വന ചക്രുർഘോഷവിലാസിന്യസലീലം പിഷ്ടകുട്ടനം അശ്വത്ഥസഹകാരാണാം പർണജാലേന നിർമ്മിത അബധ്യന്തഗൃഹദ്വാരി മാലാസ്തോരണമൂർധസു. അങ്ങനെ അമ്പാടിയെ വളരെ ഭംഗിയായിട്ട് ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ ചേർന്നുകൊണ്ട് അലങ്കരിച്ചു എന്നാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. സുന്ദരമായിട്ടുള്ള ഈ 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.